OTA-KTA പാരഡി ഗാനത്തിൽ കേസെടുത്ത് തിരുവനന്തപുരം സൈബർ പോലീസ്. അയ്യപ്പന്റെ പേരുപയോഗിച്ചത് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പോലീസ് അണിയറ പ്രവർത്തകരെ പ്രതി ചേർത്തു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഇതൊരു പ്രതികാര നടപടി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. OTA-KTA എന്ന പാരഡി ഗാനത്തിൽ കേസെടുത്തിരിക്കുകയാണ് നിലവിൽ സൈബർ പോലീസ്, അല്ലേ? രോഹിണി, തീർച്ചയായും സർക്കാരിൻ്റെയും CPM-ൻ്റെയും പ്രതികാര നടപടി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. OTA-KTA സ്വർണം ചെമ്പാക്കി മാറ്റിയ എന്ന പാരഡി പാട്ട് അത് വലിയ രീതിയിൽ പ്രചാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, വൈറലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ പാട്ട് വലിയ രീതിയിൽ പ്രചാരത്തിൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നതടക്കം ഉള്ള വരികൾ ഇത് CPM-നെ കടുത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിനെ കേസെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ GP കുഞ്ഞബ്ദുള്ള എന്ന ആൾ ആണ് ഒന്നാം പ്രതി. ഡാനിഷ് മലപ്പുറം, CMS മീഡിയ, സുബൈർ പന്തല്ലൂർ എന്നിവരടങ്ങുന്ന 4 പേരാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തിയെന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ഈ കേസ്, അതായത് ഈ സ്വർണം ചെമ്പാക്കി മാറ്റി എന്ന OTA-KTA പാരഡി ഗാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പല ഇടങ്ങളിൽ നാടും നഗരവും അടക്കി വാഴുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. എല്ലാവരും ഏറ്റുപാടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ ഗാനം വലിയ രീതിയിൽ വൈറലാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. CPM-നെ കടുത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു ഈ ഗാനം. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ CPM-ഉം അതോടൊപ്പം തന്നെ സർക്കാരും നടത്തിയ ഇടപെടലുകളടക്കം ഈ പാട്ടിലെ വരികളായി വിവരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാരഡി ഗാനമായിരുന്നു ഈ OTA-KTA എന്ന പാട്ട്. അതിന് വലിയ രീതിയിൽ ഈ CPM തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഇടങ്ങളിലും, നാടിലും നഗരങ്ങളിലുമെല്ലാം പാട്ട് പാടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് CPM കടുത്ത രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ പ്രശാന്ത്. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം ഈ പാട്ടിൽ നിന്ന് CPM-നും സർക്കാരിനും ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏറെ വിചിത്രം എന്ന് പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള പേരിൽ CPM പരാതി പറയുമ്പോഴാണ്. കാരണം ശബരിമലയിൽ അയ്യപ്പനെ ഏത് രീതിയിലാണ് അവർ യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടിലൂടെ ഒരു വിഭാഗത്തിന്റെ മുഴുവൻ മതവികാരം വ്രണപ്പെടുത്തുകയും ഹിന്ദുക്കളോട് അവഹേളനം മാത്രം കാണിക്കുകയും ചെയ്തിരുന്ന സർക്കാരാണ് ഇപ്പോൾ അങ്ങേയറ്റം പ്രതിസന്ധിയിലായ ഒരു പാട്ടിനെ ചൊല്ലി അതേ ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഏറെ വിചിത്രം. തീർച്ചയായും രോഹിണി, അത് തന്നെയാണ് വിചിത്രമെന്ന് പറയുന്നത്. നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഓരോ നേതാക്കളും എടുത്ത നിലപാട് ഏത് തരത്തിലായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഇപ്പോഴും അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ആ നിലപാടുകളെല്ലാം അവർ ഫേസ്ബുക്കിൽ കുറിച്ചതാകട്ടെ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പറഞ്ഞതാകട്ടെ, ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങളാകട്ടെ, എന്തിന് ശബരിമല യുവതിയെ പ്രവേശിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഭക്തരുടെ ഹൃദയത്തിലേറ്റ മുറിവ് അത് ഇന്നും ഉണങ്ങിയിട്ടില്ല. അങ്ങനെ നിരന്തരം ആചാര ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു CPM-ന്റെ ഭാഗത്തു നിന്നുമാണ് ഈ നടപടി എന്നതാണ് ഏറ്റവും വിചിത്രം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രോഹിണി, അതായത് ഈ പലപ്പോഴും CPM പറയുന്നത് ഇത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇത്തരം നിലപാടുകൾ, അതായത് ഈ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ ഈ പാട്ടുകൾ വരുമ്പോഴാകട്ടെ മറ്റ് ചലച്ചിത്രങ്ങൾ വരുമ്പോഴാകട്ടെ അവർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് വാദിക്കുന്നവരാണ്. ഞങ്ങൾ ഒരു പുരോഗമന ചിന്താഗതിക്കാരാണ് എന്നതടക്കമുള്ള നിലപാടെടുക്കുന്ന ഒരു CPM-ന്റെ ഭാഗത്തു നിന്നാണ്, ആ CPM പ്രതിനിധാനം ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ കേസെടുക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതും നമുക്കറിയാം, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടായിട്ട് ആയിക്കോട്ടെ, മറ്റ് ആചാര അനുഷ്ഠാനങ്ങളുമായി ആകട്ടെ, ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആചാരത്തെ വൈകൃതമാക്കുകയും അങ്ങനെ ആചാരങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയുമൊക്കെ നടക്കുന്ന ഒരു CPM എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ, ആ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ശ്രദ്ധേയം ആയ
കാര്യമെന്ന് പറയുന്നത്. അതായത് അവസരവാദ നയമാണ് ഇവിടെ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ തർക്കമില്ലാത്തൊരു വിഷയം തന്നെയാണ്. തങ്ങൾക്ക് പ്രതികൂലമായി വരുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുകയും തങ്ങൾക്ക് അനുകൂലമായതിനെല്ലാം മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെയും ഈ പോറ്റിയെ കയറ്റി എന്ന ഗാനത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, വലിയ രീതിയിൽ ഭക്തരടക്കമാണ് ഇത് ഏറ്റുപാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എല്ലാവരും കേരളത്തിലെ എല്ലാ ജനതയും ഇത് ഏറ്റുപാടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് CPM തെരഞ്ഞെടുപ്പിൽ കടുത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്തു. പലയിടങ്ങളിലും തിരുവനന്തപുരം നഗരസഭയായിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും CPM ഇത്തരത്തിൽ പരാജയപ്പെടുന്നതിനൊരു കാരണം തീർച്ചയായും അത് തന്നെയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച വലിയ രീതിയിൽ തന്നെയാണ് CPM പ്രതിരോധത്തിലാക്കിയത് എന്ന് മാത്രമല്ല ഈ പാട്ട് കുറിക്ക് കൊള്ളുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികാര നടപടി എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പോറ്റിയെ കയറ്റിയെ പാരഡി ഗാനത്തിൽ കേസെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം സൈബർ പോലീസ്. അയ്യപ്പന്റെ പേരുപയോഗിച്ചത് മതവികാരം വ്രണപ്പെടുത്തി എന്നാണ് പോലീസ്. അണിയറ പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ടുള്ള കേസാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.